അങ്ങനെ ഇവരുടെ പ്രധാന ഹോബി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരെ കബളിപ്പിക്കുക. അതായത് ചുമ്മാതെ വന്നിട്ട് അങ്ങ് കരഞ്ഞു വീഴുക, കരഞ്ഞു മെഴുകി ചുമ്മാ വീഡിയോ ഇടുക ഇവരുടെ പ്രധാന പരിപാടി. പക്ഷെ ഞാനല്ലേ ഇത് ഇത്രയും കണ്ണീര് എവിടുന്നാണ് വരുന്നതെന്ന്. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും താരസ്വയിലേക്ക് സ്വാഗതം. ഫസ്മിന സക്കീർ, ലല്ലു, മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് നമ്മുടെ തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടാണ്. തൊപ്പിയെ ഇസ്തിരി കെട്ടിയിട്ട് തേച്ചിട്ട് മുങ്ങിയ ഗേൾ ഫ്രണ്ടാണ് ഫസ്മിന. അപ്പം പുള്ളിക്കാരി തൊപ്പിയെ തേച്ചതിന് ശേഷം പിന്നെ ലല്ലുവിനെ കല്യാണം കഴിച്ചു. ഇതിനകത്തുള്ള രസമെന്ന് വെച്ചാൽ രണ്ടുപേരും നാട്ടുകാരെ പറ്റിക്കാമെന്നും പറഞ്ഞ് വ്രതം എടുത്ത് ഇറങ്ങിയേക്കാണ്. അവർക്ക് എന്തെങ്കിലും ഞഞ്ഞം അടിക്കണമെങ്കിൽ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണം. ഇതാണ് ഇവരുടെ പരിപാടി. ഇത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഇവരുടെ കല്യാണ വീഡിയോയുടെ ഒപ്പം വരെ ഒരു ഗാംബ്ലിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ ബഹളം വെച്ച് 2 ചാനൽ എന്തോ പൂട്ടിക്കെട്ടി. അത് കഴിഞ്ഞിട്ട് ഇവരടങ്ങുന്നില്ല. പിന്നെയും തട്ടിപ്പുമായിട്ട് വന്നിട്ട് ഇപ്പം ഈയിടയ്ക്ക് വെച്ചിട്ട് ഇവരുടെ അക്കൗണ്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്ത് അക്കൗണ്ടും ഡിലീറ്റാക്കി കാണാനില്ലായിരുന്നു. എന്നിട്ട് തിരക്കിയപ്പോഴത്തേക്ക് പറഞ്ഞത് ഇവർ തങ്ങളിൽ പിരിയാൻ പോകുന്നുള്ളൊരു രീതിയിൽ. പിരിയാൻ ഇവരെന്താ പാലാ പിരിയാൻ? എല്ലാവരും ചോദിക്കുക പിരിഞ്ഞോ എന്തൊരു പാലാ പിരിയാൻ? അപ്പോൾ എന്നിട്ട് ഇവർ ആളുകളുടെ മുമ്പിൽ ഒരു നാടകം, ഇവർ തങ്ങളിൽ ബ്രേക്കപ്പാന്നൊക്കെ ഉള്ള രീതിയിലൊരു നാടകം എന്ന് വെച്ചാൽ അക്കൗണ്ട് എങ്ങനെയെങ്കിലും റീച്ച് ആവണ്ടേ, അതിനുവേണ്ടി ജനങ്ങളെ ചുമ്മാ കണ്ണു അടച്ച് പറ്റിക്കുക. ഇപ്പം വന്നിട്ട് പറയുക പുതിയ ഞങ്ങളൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുകയാണ്, ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അതായത് ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂംസാണ് മെയിനായിട്ട് പറയുന്നത്. അതിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്നും പോയി ഒന്നും മേടിച്ച് കളയല്ലേ, വെറും പറ്റിപ്പ് സാധനങ്ങളായിരിക്കും. വിശ്വസിക്കാൻ കൊള്ളാത്ത 2 വ്യക്തികളാണ്. ഇതിൻ്റെ ഇടയിലൊരു ഉടായിപ്പുമായിട്ട് വന്നായിരുന്നു. അതിപ്പോൾ സാധാരണ ടീനേജ് പ്രായക്കാരുടെ ഇടയിലൊക്കെ ഒരു സുപരിചിതമായൊരു ആപ്പുണ്ട്, ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത് ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, അവർ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ നാൾ വീഡിയോ ഇടാതെ ഇരുന്ന് പിണങ്ങി എന്നുള്ളൊരു വ്യാജേന ആളുകളുടെ മനസ്സിൽ സിമ്പതി ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. ആ ഒരു വീഡിയോയുടെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് പേര് വന്നിട്ട് ഭയങ്കര സപ്പോർട്ടാണ് ഇവർക്ക്. അയ്യോ നിങ്ങൾ പിരിഞ്ഞോ, ഞങ്ങൾ പേടിച്ചു പോയി എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും സ്നേഹമല്ലായിരുന്നു, വന്നിട്ട് പെട്ടെന്ന് പിരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. നിങ്ങൾ പക്ഷേ പിരിഞ്ഞില്ല എന്ന് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി എന്ന് പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങളാണ് സത്യം പറഞ്ഞാൽ മാച്ച് എന്ന് വെച്ചാൽ 2 പേരും പറ്റിപ്പിൻ്റെ ഉസ്താദുകളാണ്. അപ്പോൾ നിങ്ങൾ 2 പേരും ജീവിതകാലം ഒത്ത് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ വേറെ ഒരു ആണിൻ്റെ പെണ്ണിൻ്റെ ജീവിതം എന്തിനാ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നത്? നിങ്ങൾ തന്നെ ഒത്തു നിന്നാൽ മതി കേട്ടോ. ആ ചോദ്യം അത് ചോദിക്കാൻ കാരണം ഇതിൽ പറയണമെന്ന് തോന്നി. പറഞ്ഞെങ്കിൽ പറയാനുള്ളൊരു മൈൻഡില്ലായിരുന്നു, മൈൻഡല്ല ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര നാളായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ആരും ചോദിച്ചാലും അതിനൊന്നും റിപ്ലൈ കൊടുക്കാതിരുന്നത്. കുറേ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്, അമ്മയുടെ മക്കൾ, അമ്മയുടെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ, അവരിങ്ങനെ കുറേ പേര് മെസ്സേജ്. അങ്ങനെ ഇവരുടെ പ്രധാന ഹോബി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരെ കബളിപ്പിക്കുക. അതായത് ചുമ്മാതെ വന്നിട്ട് അങ്ങ് കരഞ്ഞു മെഴുകി ചുമ്മാ വീഡിയോ ഇടുക ഇവരുടെ പ്രധാന പരിപാടി. പക്ഷെ ഞാനല്ലേ ഇത് ഇത്രയും കണ്ണീര് എവിടുന്നാണ് വരുന്നതെന്ന്. നാണം കെട്ടവളേ, അല്ലാതെ ഞാൻ എന്തോ പറയാനാ. എന്തിനാ ഇങ്ങനെ ആളുകളെ പറ്റിക്കണത്? കഷ്ടം. ഞങ്ങളൊക്കെ മനുഷ്യരാണ്. ഞങ്ങളൊക്കെ എത്ര കാലം കൊണ്ട് കുത്തിയിരുന്ന വീഡിയോ ആരെങ്കിലും 1 രൂപ ഞങ്ങളാരും പറ്റിക്കത്തില്ല. അങ്ങനെയാണ് കുറേ കമ്പനി കുറേയൊക്കെ നമ്മൾ കണ്ടിട്ട് ക്ഷമിച്ച് തന്നെ നമ്മൾ സഹിക്കില്ല, അതാണ് ചെയ്യാം. 2 ദിവസം അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്രഷനിലൊക്കെ പോയി. ഇപ്പോഴാണെന്ന് സെറ്റായത്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നോടുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് അങ്ങോട്ട് കല്യാണം ഇഷ്ടമില്ല. അതിൻ്റെ പിന്നോടുള്ള ചോദ്യത്തിന് ഞങ്ങൾ ചോദിച്ചല്ല, പിന്നെ അങ്ങോട്ട് കോൺടാക്ട് ഒന്നുമില്ല. അത്ര അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ പറ്റുമ്പോൾ പറയാനില്ല. കാരണം അങ്ങോട്ടും എന്താ കാര്യമായി കേൾക്കുന്നവരാകും ഞങ്ങൾക്ക്. നമ്മളൊക്കെ 2 മാസം ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം എന്താണ് പിന്നോടുള്ള ചോദ്യത്തിന് പറയാം ഒന്നും പറയാനില്ല. പിന്നെ വീഡിയോ എന്തുകൊണ്ടാണ് 2 അക്കൗണ്ടുകൾ റിമൂവ് ചെയ്തത് എന്നുള്ള ചോദിച്ചത്. ഈ
ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പിന്നെ പുതിയൊരു ബിസിനസ് ഒരു സംഭവം സ്റ്റാർട്ടപ്പ് ചെയ്യണ്ടേ. അതിന് പുറമെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫൈറ്റിൽ വരുന്ന ഈ ബാഡ് കമന്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഇത് പോകും. എനിക്ക് പേഴ്സണലി ഇത് മനസ്സിലാവുന്നില്ല കേട്ടോ. വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് പറഞ്ഞ ന്യായം. ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. അതെന്താ ലോജിക്കാ? ബാഡ് കമൻസ് ഒക്കെ കിടക്കുന്നു, അത് ബിസിനസ്സിനെ ബാധിക്കും. അത് എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പിടി കിട്ടിയോ? പിടി കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സന്തോഷിച്ച ആൾക്കാർക്ക് ദിവസമായിട്ട് സന്തോഷിച്ച ആൾക്കാർ എനിക്ക് പറയാനുള്ളത് സന്തോഷിക്കട്ടെ. അവന് ആലോചിക്കുന്ന ആൾ തന്നെ അല്ലെങ്കിൽ അവൻ തന്നെ അക്കൗണ്ട് വഴി അറിയിക്കാം കേട്ടോ. അതുവരെ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും നിങ്ങൾ പറയാനുള്ളത്. അയ്യോ, സന്തോഷിക്കാനോ? നിങ്ങൾ പിരിയേ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഒരിക്കലും പിരിയരുത്. നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കണം. നിങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ കേട്ടോ. രണ്ടുപേരും പറ്റിപ്പാ, നിങ്ങളെ ചേരും. ഓൾ ദി ബെസ്റ്റ്.